ഓന്റെ കല്യാണപ്പഴന്നെ മുമ്പ് സാധനം അടിക്കുന്നുണ്ട്. ഓന്റെ അവിടുന്ന് ഒരു തുള്ളി സാധനം കിട്ടിയില്ല കേട്ടോ. അത് കിട്ടിയില്ല. അത് ഓനെ കൊണ്ട് ഇപ്പോൾ പൊട്ടിക്കണം. എന്തേലും ഓന്റെ വർത്താനോ? ആടുണ്ടാവും, ചോപ്പ് ഉണ്ടാവും, മിലിറ്ററി ഉണ്ടാവും. നമുക്ക് ഇമ്പളൊന്ന് പേടിച്ച് പോയതന്നായി. ഈ പണിക്കോ അതൊക്കെ ഇങ്ങനെ അടിക്കാൻ കിട്ടുന്ന സുഖം ഉണ്ടല്ലോ, ഒരു സുഖം തന്നെ. അതൊരു സുഖം തന്നെ. ആരാ വരുന്നോക്ക് കണ്ണേ. ആ കണ്ണാ ഒന്ന് നോക്കിയാ. എനിക്കിപ്പോ വേണ്ട. എന്താടാ ഞമ്മളെ അടിച്ചാല്? അതുകൊണ്ടല്ല, ഞാൻ പഠിക്കാനല്ല വന്ന്. പിന്നെ ഇത് തേങ്ങ പിണ്ണാക്കനാണ് അങ്ങോട്ട് പോകുന്നത്. ഞാൻ ഇവനിന്ന് കാണാൻ വേണ്ടി വന്ന. ഇവിടെ എത്രയും ഞാൻ ആ പൈസ തന്നിട്ട് അതൊന്ന് വെച്ച് കൊണ്ടാ. അമ്മ ഹോസ്പിറ്റലാ. അവിടുന്ന് അമ്മേനൊന്ന് ഇറക്കണമെങ്കിൽ ആ പൈസ വേണം. അല്ല ചങ്ങായി, പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് തരാനാ? അതോ പറഞ്ഞത് കണ്ണാ കറക്റ്റാ. അനക്ക് 2 ദിവസം മുന്നൊക്കെ ചോദിച്ചു പൈസ. എടാ ഇവനോട് ചോദിച്ചു നോക്ക്. ഇവനെ കാണാൻ ഞാൻ എത്ര ദിവസമായി നടക്കുന്നത്. ഇവന്റെ ഫോൺ എടുത്ത് നോക്കിയാൽ മതി എത്ര മിസ് കോൾ ഉണ്ടാവുന്നത്. ഇപ്പൊ ഫോൺ എടുക്കണ്ടേ? ഈ ഓന്റെ മുമ്പ് തന്നെ നാണം കെടുത്താൻ നിൽക്കണ്ട. മര്യാദയ്ക്കാണെങ്കിൽ മര്യാദയ്ക്ക്, അല്ലെങ്കിൽ ഇവിടുന്ന് പോകാൻ കഴിയില്ല. സുഭാഷേ, ഞാൻ ഇവിടുന്ന് പോവാണ്. അവൻ്റെ അടുത്ത് പൈസ മേടിച്ചിട്ടേ പോകുള്ളൂ. അടാ കണ്ണാ, ഈ വെറുതെ ഞെട്ടിക്കാൻ നിൽക്കണ്ട. ഓന്റെ കാര്യം പറഞ്ഞില്ലേ, വിട്ടോ സ്ഥലം കാര്യക്ക്. രാജീവേ, ഇതിൽ ഇടപെടണ്ട. ഇത് ഞങ്ങൾ തീർത്തോളാം. ഈ പൈസ പൈസ രാജീവ, എന്താടാ ചെയ്തത്? എന്താടാ കാണിച്ചത്? നീ വർഷങ്ങൾ ചേർന്നു നടന്ന വഴികൾ പറയാതെ പോയി മൗന കഥകൾ. കൈകോർത്ത സ്വപ്നങ്ങൾ കാറ്റിലലഞ്ഞപ്പോൾ കണ്ണീർ